തൃക്കോട്ട് കോവിലകം. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യാല്ലേ? അതെ അതെ, ചിങ്ങ ഒന്നിന് തന്നെ വിവാഹം നടത്തണം. അതിന് തടസ്സങ്ങളൊന്നും കാണുന്നില്ലല്ലോ അല്ലേ പണിക്കരെ? ഞാൻ പറഞ്ഞല്ലോ തറവാട്ടമ്മേ, അങ്ങനെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങൾ രണ്ടും നമ്മുടേത് തന്നെ ആയതുകൊണ്ട് അതിനും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പണിക്കര് പറഞ്ഞതുപോലെ തന്നെ ചിങ്ങ ഒന്നിന് എന്റെ കൊച്ചുമകൻ ത്രിലോക് മഹേശ്വർ വർമ്മയുടെയും മാളവികയുടെയും വിവാഹം നടക്കുന്നതായിരിക്കും അല്ലേ പണിക്കരെ? കാർത്തിയായനി തമ്പുരാട്ടി സുദേവൻ പണിക്കരോട് ചോദിച്ചു. അതെ അതെ തമ്പുരാട്ടി, എല്ലാം അവിടെന്ന് പറയുന്നത് പോലെ തന്നെ. ഇതാണ് തൃക്കോട്ട് കോവിലകം. കോവിലകത്തിലെ ഇപ്പോഴത്തെ കാരണവത്തിയായിട്ടുള്ളത് കാർത്തിയായനി തമ്പുരാട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഭർത്താവ് രാമനാഥ വർമ്മ 2 വർഷങ്ങൾക്ക് മുന്നേ കാലം ചെയ്തു. പിന്നീട് ആ കൂട്ടുകുടുംബത്തിന് കെട്ടുറപ്പോടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാർത്തിയായനി തമ്പുരാട്ടിയാണ്. ഇരുവർക്കും ആയിട്ട് 4 മക്കളാണുള്ളത്. നീലകണ്ഠവർമ്മ, ഭാര്യ കൗസല്യ, മകൻ ത്രിലോക് മഹേശ്വർ വർമ്മ. മാധവവർമ്മ, ഭാര്യ ജാനകി, മകൻ ശിവദത്ത വർമ്മ, മകൾ ശ്രാവണി വർമ്മ. ഹേമലത, ഭർത്താവ് വേണുഗോപാൽ വർമ്മ, മകൾ മാളവിക, മകൻ അനിരുദ്ധ് വർമ്മ. അംബിക, ഭർത്താവ് ഗംഗാധര വർമ്മ, മകൾ അഞ്ജു, അർപ്പിത. സാമ്യമില്ലാത്ത ഇരട്ടകളാണ്. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? അവന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും ഒന്ന് നോക്കി. കോട്ടു സൂട്ടു അണിഞ്ഞു നിൽക്കുന്നവനെ കണ്ടതും അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ ഒന്ന് വിടർന്നു. അത്രയും തലയെടുപ്പുണ്ടായിരുന്നു അവന്റെ നിൽപ്പിലും നോട്ടത്തിലും എല്ലാം. ചോദിച്ചത് കേട്ടില്ലേ, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്? അപ്പോഴേക്കും ത്രിലോകിന്റെ മുഖഭാവം തന്നെ മാറിയിരുന്നു. വേറെയൊന്നുമല്ല ത്രിലോക്, നിന്റെയും മാളവികയുടെയും വിവാഹം ചിങ്ങമാസത്തിൽ നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇവിടെ. മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും അവന്റെ ചൊടിയിൽ ഒരു പുച്ഛച്ചിരിയാണ് വിരിഞ്ഞത്. ഓ റിയലി? അപ്പൊ പയ്യൻ ആരാണ്? താഴേക്ക് പടികൾ ഇറങ്ങിക്കൊണ്ട് തന്നെ തന്റെ ഇടതു കൈയിലെ ഷർട്ടിന്റെ സ്ലീവ് ഒന്നുകൂടെ ശരിയാക്കിക്കൊണ്ട് അവൻ അലസമായി എല്ലാവരോടുമായി ചോദിച്ചു. ത്രിലോക് അങ്ങനെ പറഞ്ഞതും അത്രയും നേരം മിണ്ടാതിരുന്ന അവന്റെ അച്ഛനായ നീലകണ്ഠൻ അവനോട് ചോദിച്ചു. നീ എന്താ ത്രിലോക്, ആളെ കളിയാക്കുകയാണോ? നിന്റെയും മാളവികയുടെയും വിവാഹകാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഡാഡ്? എത്രയോ വട്ടം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞതാണ് എനിക്കിപ്പോൾ വിവാഹം വേണ്ട എന്ന്. ഇനി എനിക്ക് വേണ്ടി കുടുംബത്തിൽ നിന്നോ പുറത്തു നിന്നോ ആരും ഒരു പെൺകുട്ടിയെ തേടിപ്പിടിച്ച് കൊണ്ടുവരേണ്ടതില്ല. പിന്നെയും ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങുമെന്ന് വെച്ചാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവന്റെ അലറിയുള്ള സംസാരത്തിൽ ആ കൊട്ടാരം പോലും കിടുങ്ങി വിറച്ചുപോയി. എന്തിനു പറയുന്നു, അവന്റെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന മുഖത്തേക്ക് നോക്കാൻ ആ തറവാട്ടിലുള്ളവർ ഒന്ന് ഭയന്നു. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് കൗസല്യ തന്റെ മകന്റെ അടുക്കലേക്ക് പതിയെ ചെന്നുകൊണ്ട് അവന്റെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. കണ്ണ, അമ്മയുടെ കുട്ടി ഇപ്പോൾ 1 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. നിനക്കിപ്പോൾ വയസ്സ് 30 ഇപ്പോൾ ഇനി വിവാഹം കഴിച്ചില്ലെങ്കിൽ നിന്റെ ജാതകപ്രകാരം ഇനി നിനക്ക് 35 വയസ്സിന് ശേഷമേ യോഗമുള്ളൂ. അതുകൊണ്ട് എന്റെ കണ്ണൻ ഞാൻ പറയുന്നത് കേൾക്കില്ലേ? അമ്മേ, അത് ഞാൻ സത്യത്തിൽ... കൗസല്യ ചോദിച്ചതിനുള്ള മറുപടി ത്രിലോകിന്റെ കയ്യിലില്ലായിരുന്നു. നോക്ക് കണ്ണ, അമ്മ ഒരു കാര്യം പറയാം. നിന്റെ മുന്നിൽ 2 മാസമുണ്ട് ഇനി. ചിങ്ങത്തിലാണല്ലോ നിന്റെ മാളുവിന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ 2 മാസം നിനക്ക് ഞാൻ ആലോചിക്കുവാനുള്ള സമയമാണ് തരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കണ്ണ, ഇനി നിന്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടിയുണ്ടോ? പെട്ടെന്ന് ത്രിലോകിന്റെ അമ്മ അങ്ങനെ ചോദിച്ചത് അവനൊന്ന് പതറി. എങ്കിലും പതർച്ച പുറമേ കാണിക്കാതെ അവൻ അവരോടായി പറഞ്ഞു. അമ്മേ, ഞാൻ... വേണ്ട കണ്ണ, ഇനി നീ ഒന്നും പറയണ്ട. ഇതുവരെ ഞാൻ നിന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യമായോ അവസാനമായി ഞാൻ ആവശ്യപ്പെടുന്ന ഒന്നാണ് നിന്റെ വിവാഹം. ഇനി അമ്മയ്ക്കും അച്ഛനും എത്ര കാലം മുന്നിലുണ്ടെന്നറിയില്ല. അതുകൊണ്ട് ഇത് നീ സമ്മതിച്ചേ പറ്റൂ. അത്രയും പറഞ്ഞ് കൗസല്യ ത്രിലോകിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോയി, കൂടെ നീലകണ്ഠനം. പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തോന്നിയില്ല ത്രിലോകിന്. കാറ്റുപോലെ അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് മുത്തശ്ശിയും ബാക്കിയുള്ളവരും നോക്കി നിന്നു. അമ്മേ, അമ്മ കേട്ടില്ലേ ഏടത്തി പറഞ്ഞത്? ഇനി ഒരു പക്ഷേ അവന്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ? ഹേമ അപ്പം വേവലാതിയോടെ തന്റെ അമ്മയോടായി ചോദിച്ചു. ഏതു നേരവും എന്റെ മാളുമോളുടെ മനസ്സിൽ ത്രിലോക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്റെ കുഞ്ഞിനെ ഞാൻ എന്താ വിഷം കൊടുത്ത് കൊല്ലണോ? ഹേമലത മുത്തശ്ശിയുടെ മുന്നിൽ നിന്ന് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവരോട് ചോദിച്ചു. ഹേമേ, എനിക്ക് സ്വന്തം മക്കളെക്കാൾ ഏറ്റവും വലുത് എന്റെ കൊച്ചുമകൻ ത്രിലോക് തന്നെയാണ്. പിന്നെ നീ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ കൂടെ നിന്നത് എന്ന് കരുതി ഞാൻ അവന്റെ സന്തോഷത്തിന് ഒരിക്കലും എതിര് നിൽക്കില്ല. അങ്ങനെ എന്റെ ത്രിലോകിന്റെ മനസ്സിൽ വല്ല പെൺകുട്ടിയും ഉണ്ടെങ്കിൽ അവൻ പറയട്ടെ. ഇല്ലെങ്കിൽ മാത്രം നിന്റെ മകൾ മാളവിയുമായിട്ടുള്ള വിവാഹം ഞാൻ ചിങ്ങത്തിൽ തന്നെ നടത്തും. അതും പറഞ്ഞ് മുത്തശ്ശി മുറിയിലേക്ക് കയറിപ്പോയി. ഛേ, എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ. ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറി വരുന്ന ഹേമയാണ് മാളവിക കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കാണുന്നത്. എന്താ അമ്മേ ഇത്രമാത്രം ദേഷ്യപ്പെടാൻ? താഴെ എന്താ സംഭവിച്ചത്? ഹേമ ദേഷ്യത്തോടെ മാളവികയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവളോട് പറഞ്ഞു. നീ ഇങ്ങനെ കുളിച്ചും സൗന്ദര്യവും നോക്കി നടന്നു, ആ ചെക്ക ഇപ്പൊ കൈവിട്ടു പോകും. നിങ്ങളുടെ കല്യാണം ചിങ്ങത്തിൽ നടത്താമെന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് ആ ചെക്കൻ അവനിപ്പോ വിവാഹമേ വേണ്ട എന്ന സ്റ്റാൻഡിലാണ് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഏട്ടത്തി ചോദിച്ചു അവന് വല്ല പ്രണയവും ഉണ്ടോ എന്ന്. പക്ഷെ അതിനവൻ വ്യക്തമായ ഒരു ഉത്തരവും നൽകിയിട്ടില്ല.
എന്തോ അവന്റെ മൗനം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു മാളു. സ്വത്തുക്കളെല്ലാം കൈവിട്ടു പോകുമോ മോളെ? അത്രയും നേരം പുഞ്ചിരിച്ച് കേട്ടു നിന്നിരുന്ന മാളവികയുടെ മുഖം പെട്ടെന്നാണ് മാറിയത്. എന്നിട്ട് താഴെ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? ചിങ്ങത്തിലേക്ക് ഇനി 2 മാസം ഉണ്ടല്ലോ. അതുകൊണ്ട് അവൻ ആലോചിച്ച് തീരുമാനിക്കാൻ വേണ്ടി ഈ 2 മാസം നീക്കി കൊടുത്തിട്ടുണ്ട് വീട്ടിലുള്ള എല്ലാവരും. പിന്നെ ഇനി അവനെങ്ങാനും വല്ല പ്രണയമുണ്ടെങ്കിൽ ആ പെണ്ണിനെയും കൂട്ടി വരാനും ഈ 2 മാസം ധാരാളമാണല്ലോ. വാട്ട്? നോ! അമ്മ ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് മാളവിക ഹേമയോട് ചീറിക്കൊണ്ട് ചോദിച്ചു. നീ ഇങ്ങനെ വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിനക്ക് ത്രിലോകിന്റെ സ്വഭാവം ശരിക്കും അറിയുന്നതല്ലേ? അല്ല മോളെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? 1ഉം 2ഉമല്ല, കോടികളുടെ സ്വത്താണ് ത്രിലോകിന്റെ പേരിലുള്ളത്. ഈ വീട്ടിലെ മൂത്ത പുത്രനായതുകൊണ്ട് മുത്തശ്ശി അവന്റെ പേരിൽ ധാരാളം സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ അവൻ തന്നെ കെട്ടിപ്പടുത്തിയ ഒരു സാമ്രാജ്യവുമുണ്ട്. അതിന്റെ അധിപനാണ് അവൻ. ഏകദേശം കോടാനുകോടി ആസ്തിയുള്ളവൻ. എന്റെ മോളെ വിവാഹം കഴിച്ചാൽ എന്റെ മോള് പിന്നെ രാജകുമാരിയായി ജീവിക്കുമല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേ ഇടുത്തി വീണ പോലെയല്ലേ അവനൊരു ദിവസം വന്ന് പറഞ്ഞത് അവന്റെ വിവാഹം കഴിഞ്ഞുവെന്ന്. ഹേമയ്ക്കാകെ തല പെരുക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അവനെ ത്രിലോക് മഹേശ്വറാണ്. അവന് പ്രണയമോ? അമ്മയ്ക്ക് എങ്ങനെ പറയുവാൻ തോന്നി? പ്രണയം എന്ന വാക്ക് പോലും അവൻ അലർജിയാണ്. പിന്നെയാണ് കോപ്പിലെ പ്രേമം. അത് ഈ 2 മാസത്തിനുള്ളിൽ അവൻ എവിടെന്ന് പ്രണയം പൊട്ടിമുളയ്ക്കാനാണ്? ഒന്നും നടക്കില്ല അമ്മേ. അതിന് മാളവിക സമ്മതിക്കുമില്ല. ഈ മാളവിക ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ത്രിലോക് മഹേശ്വർ വർമ്മയുടെ ഭാര്യ മാളവിക തന്നെയായിരിക്കും. അത് പറയുമ്പോൾ അവളുടെ മുഖം വന്യതയാൽ ഒന്ന് തിളങ്ങി. തിമിർത്ത് പെയ്യുന്ന മഴയിലേക്ക് അല്പനേരം നോക്കി നിന്നു ശ്രുതി. എന്താണെന്നറിയില്ല, പതിവില്ലാതെ മനസ്സാകെ അസ്വസ്ഥമാണ്. കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിലും മനസ്സിനൊരു സുഖവുമില്ല. മോളെ ശ്രുതി, നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? മുന്നിൽ തകർത്ത് പെയ്യുന്ന മഴയിലേക്ക് അല്പനേരം നോക്കി നിന്നുകൊണ്ട് മുഖം ചൊളിച്ചുകൊണ്ട് ശ്രുതി പറഞ്ഞു. പോകണ്ട എന്ന മുത്തശ്ശി, എനിക്കും ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാം? ആ അവറാച്ചൻ മാസത്തിൽ ഒരു ലീവല്ലേ തരികയുള്ളൂ. അതാണെങ്കിൽ ഞാൻ എടുത്തുപോയി. ഇനി ഈ പെരുമഴയത്ത് പോകാതെ ഇരുന്ന എന്റെ പണി പോകും. സത്യത്തിൽ മുത്തശ്ശിക്ക് ശ്രുതിയുടെ ഗതികേട് ഓർത്ത് വല്ലായ്മ തോന്നിയിരുന്നു. എന്ത് ചെയ്യാനാ കുട്ടിയെ? നീ ജോലിക്ക് പോകാതെ ഇവിടുത്തെ അടുപ്പ് പുകയില്ലല്ലോ. മുത്തശ്ശിയുടെ വിഷമത്തോടെയുള്ള സംസാരം കേട്ടതും ശ്രുതി ആകെ വല്ലാതെയായി. താൻ പറഞ്ഞത് മുത്തശ്ശിയെ വല്ലാതെ വിഷമമായെന്ന് അവൾക്ക് തോന്നി. അയ്യേ, ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും കാർത്തിയാനിയുടെ മുഖമങ്ങ് മാറിയല്ലോ. അതെ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. മുത്തശ്ശിക്ക് അറിയാലോ എനിക്ക് മഴയത്ത് കുടച്ചൂടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഞാൻ മുത്തശ്ശിയുടെ മനസ്സറിയാൻ വേണ്ടി ഒന്ന് വെറുതെ അഭിനയിച്ചതല്ലേ. ശ്രുതി മുത്തശ്ശിയുടെ കവിളിലായി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി. തന്നെ സന്തോഷിപ്പിക്കാനാണ് ശ്രുതി അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശിക്ക് അറിയാമെങ്കിലും അറിയാതെ തന്നെ അവരുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. അതേ മോളെ, അടുപ്പിൽ നിന്നയിൽ ചൂടുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് കുടിച്ചോളൂ. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്, ഒപ്പം തണുപ്പും കൂടുതലാ. വെറുതെ പനിയൊന്നും വരുത്തി വെക്കേണ്ട എന്റെ കുട്ടിയെ. ശരി മുത്തശ്ശി, അകത്തു നിന്നും ശ്രുതി വിളിച്ചു പറഞ്ഞു. 2 ദോശ ചട്നിയും കൂട്ടി എങ്ങനെയോ വാരി വലിച്ച് കഴിച്ചുകൊണ്ട് അവൾ പതിയെ പുറത്തേക്കൊന്ന് നോക്കി. ഇപ്പോഴും മഴ നല്ല ശക്തമായി തന്നെ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അവൾ ചുരിദാറാണ് എടുത്തണിഞ്ഞത്. മുത്തശ്ശി, ഞാൻ ഇറങ്ങുകയാണ്. നീ അച്ഛനോട് പറഞ്ഞിരുന്നു മോളെ? ആ മുത്തശ്ശി, ഞാൻ അച്ഛനോട് യാത്ര പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഞാൻ പോവാണ്. മുത്തശ്ശിക്ക് ഒരു മുത്തവും നൽകി അവൾ മഴയിലേക്ക് ഇറങ്ങി നടന്നു. കൃത്യസമയത്ത് തന്നെ ഗ്രീൻ പാലസ് വന്നതുകൊണ്ട് അവൾ നേരം വൈകാതെ തന്നെ ഓഫീസിൽ എത്തിച്ചേർന്നു. അവറാച്ചൻ മുതലാളിക്ക് പനി ആയതുകൊണ്ട് അയാൾ വന്നില്ല എന്നറിഞ്ഞതും രേഷ്മയ്ക്കും മറ്റുള്ള സ്റ്റാഫുകൾക്കും താൽക്കാലികമായി ഒരു സമാധാനമായി. ശിവ, എല്ലാം റെഡിയല്ലേ? എത്ര മണിക്കാണ് മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്? മോർണിംഗ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ത്രിലോക് തന്റെ ബ്രദറും ഒപ്പം ഉറ്റ സുഹൃത്തുമായ ശിവയോടായി ചോദിച്ചത്. എല്ലാം ഓക്കെയാണ്. 2 മണിക്കാണ് മീറ്റിംഗ്, അതും ട്രിവാൻഡ്രത്ത്. നീ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലേ? യെസ് ഡാ. ശിവ, ടൈം ഈസ് ഗോയിങ്. വി ഹാവ് ടു ഗോ ടു ദ ഓഫീസ് ഓൺ അവർ വേ. സോ ഗെറ്റ് റെഡി ഫാസ്റ്റ്. ഓക്കേടാ. എങ്ങനെയോ ഭക്ഷണം വാരി വലിച്ച് കഴിച്ചുകൊണ്ട് ശിവ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് ഓടിക്കയറി. പുറത്തേക്കിറങ്ങിയ ത്രിലോക് തറവാടിന് ഇടത് സൈഡിൽ കാണുന്ന ഇടനാഴിയിലൂടെ പതിയെ നടന്നുകൊണ്ട് ആരോടും മൊബൈൽ സംസാരിക്കുകയായിരുന്നു. ഈ സമയത്താണ് മാളു ആ വഴിക്ക് വന്നത്. ബ്ലാക്ക് കോട്ടും സ്യൂട്ടും ധരിച്ച് ഹോട്ട് ലുക്കിൽ നിൽക്കുന്ന ത്രിലോകിനെ കണ്ടത് മാളവികയുടെ കണ്ണിൽ കാമം കത്തിക്കയറി. അവൾ അറിയാതെ തന്നെ അവളുടെ കാലുകൾ ത്രിലോകിന്റെ അടുക്കലേക്ക് ചലിച്ചു. ഗൗരവത്തോടെ ആരോട് മൊബൈലിൽ സംസാരിച്ച് തിരിഞ്ഞ ത്രിലോക് പെട്ടെന്ന് മാളവികയെ തന്റെ തൊട്ടടുത്ത് കണ്ടതും ഒന്ന് ഞെട്ടി. പിന്നീട് അവന്റെ മുഖത്ത് ദേഷ്യം എന്ന ഭാവം വരാൻ അധിക നേരം വേണ്ടി വന്നില്ല. വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ് ഹിയർ? അവന്റെ അലറിക്കൊണ്ടുള്ള ചോദ്യത്തിൽ മാളവിക ഒന്ന് പകച്ചെങ്കിലും പക്ഷെ അവൾ ഒന്നുകൂടി ത്രിലോകിന്റെ അടുക്കലേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവന്റെ ചുമലിലായി കാണുന്ന പൊടികൾ വെറുതെ കൈകൊണ്ട് തട്ടി അവന്റെ മുഖത്തേക്ക് വശ്യമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ ത്രിലോക്, നീ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? അതും എന്നോട്? 2 മാസം കഴിഞ്ഞ ഞാൻ നിന്റെ ഭാര്യയാണ്, അത് മറക്കണ്ട. അപ്പോഴും ത്രിലോക് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ത്രിലോക് പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ വശ്യമായി തന്നെ അവന്റെ അടുക്കലേക്ക് ഒന്നും കൂടെ ചേർന്നുകൊണ്ട് അവന്റെ തലമുടിയിലായി പതിയെ തന്റെ കയ്യിൽ വിരൽ കോർത്തുകൊണ്ട് അവനോടായി പറഞ്ഞു. സത്യം പറയാലോ ത്രിലോക്, 2 മാസം വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയൊന്നും എനിക്കുമില്ല.
നിനക്ക് സമ്മതമാണെങ്കിൽ ഈ നിമിഷം എല്ലാ അർത്ഥത്തിലും നിന്റെ ഭാര്യയാകാൻ പോലും എനിക്ക് യാതൊരു മടിയുമില്ല. ബിക്കോസ് ഐ ലവ് യു സോ മച്ച്. അത്രയും പറഞ്ഞ് ത്രിലോകിന്റെ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ടുകൾ ചേർക്കുവാൻ ഒരുങ്ങിയതും ഇരു കവളിലും അടികൊണ്ട് മാളവിക തെറിച്ചു വീണതും ഒരേ സമയമായിരുന്നു. അവൾക്ക് തന്റെ കവിളുകൾ എല്ലാം പുകയുന്നത് പോലെ തോന്നി. വായുടെ ഉള്ളിൽ ചോരച്ചുവ അറിയുന്നുണ്ടായിരുന്നു അവൾ. മുൻപിലേക്ക് നോക്കിയതും തന്നെ നോക്കി മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന ത്രിലോകിനെയാണ് മാളവിക കാണുന്നത്. അവന്റെ അടിയിൽ അവളൊന്ന് ഭയക്കുമെന്ന് കരുതിയ അവന്റെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് അപ്പോഴും മാളവിക ത്രിലോകിനെ നോക്കി വശ്യമായി പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. ഹേ ബേബ്, നീ എന്നെ തല്ലിക്കോ, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ നിനക്ക് തല്ലാനും തലോടുവാനും ഈ മാളവിക മാത്രം മതി. നിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് കടന്നു വരുമെന്ന് ത്രിലോക് നീ മനസ്സിൽ പോലും കരുതേണ്ട. നിന്റെ ചൂടിനും ചൂരിനും ഒരേ ഒരു അവകാശം ഞാൻ മാത്രമാണ് ത്രിലോക്, ഞാൻ മാത്രം. അപ്പോഴും അവളുടെ കണ്ണുകൾ അവന്റെ ശരീരമാകെ ഒഴിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ഛേ, നിന്നെ പോലെ ഇത്രയും വൃത്തികെട്ട ഒരു പെണ്ണി ലോകത്ത് നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാളവിക. ഒരു കാര്യം നീ കാതു തുറന്നു കേട്ടോ, എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതൊരിക്കലും നീ ആയിരിക്കില്ല. അതിനുവേണ്ടി നീ സ്വപ്നം കണ്ട് നടക്കേണ്ട, ഓർത്തു വെച്ചോ ഈ ത്രിലോകിന്റെ വാക്കുകൾ. ഒരടി മുൻപോട്ട് നടന്നവൻ പിന്നീട് തിരിച്ചു വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, തറവാട്ടിലുള്ള ത്രിലോകിനെ നിനക്കറിയുകയുള്ളൂ. ബിസിനസ് വേൾഡ് ഭരിക്കുന്ന ഒരു ത്രിലോകുണ്ട്. വെറുതെ അവനെ ഉണർത്തേണ്ട, അത് നിനക്ക് നല്ലതിനാവില്ല, ഓർത്തു വെച്ചോ. അത്രയും പറഞ്ഞ് അവളെ നോക്കി അവൻ അവിടെ നിന്ന് നടന്നകന്നു. അപ്പോഴും പകയും കാമവും നിറഞ്ഞ അവളുടെ തീക്ഷ്ണതയേറിയ കണ്ണുകളോടെ അവൻ പോയ വഴിയെ തന്നെ അവൾ അല്പനേരം നോക്കി നിന്നു. ഹലോ മോളെ, മുത്തശ്ശിയാ. എന്താ മുത്തശ്ശി പതിവില്ലാതെ ഫോണിൽ വിളിക്കുന്നത്? അപ്പോഴേക്കും ശ്രുതിയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞിരുന്നു. മോളൊന്ന് വേഗം വരുമോ? അച്ഛന് തീരെ സുഖമില്ല, ശ്വാസമുട്ട് കൂടുതലാണ് കുട്ടി. നിക്ക് എന്താന്ന് ചെയ്യേണ്ടതെന്ന് അറിയില്ല, പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, പെരുത്ത മഴയാണ്. ഒരു നിമിഷം തരിച്ചു നിന്ന് പോയി ശ്രുതി. അച്ഛന് സുഖമില്ല എന്നത് മാത്രമാണ് അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. ശിവയെ കാത്ത് ത്രിലോക് അല്പസമയമായി കാറിന് മുന്നിൽ നിൽക്കുന്നു. നേരത്തെ മാളവിക അവനോട് കാണിച്ച വൃത്തികേട് ആലോചിച്ച് അവന് വല്ലാതെ ദേഷ്യം നുരഞ്ഞു പൊന്നുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ശിവ അങ്ങോട്ടേക്ക് ഓടിക്കതച്ച് വന്നത്. ത്രിലോക്, ഒരു പ്രശ്നമുണ്ടടാ. അത് പിന്നെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. ഓ ഷീറ്റ്. അല്പസമയം തന്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു നിന്ന ത്രിലോക് അവസാനം അവനോടായി ചോദിച്ചു, ഓക്കെ വാട്ട് നെക്സ്റ്റ്? ബൈ റോഡ് പോകണം, വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ പൈലറ്റിനോട് ചോപ്പർ എടുക്കാൻ പറ. ഞാനത് പൈലറ്റിനോട് ചോദിച്ചതാണ്, പക്ഷെ ക്ലൈമറ്റ് ശരിയില്ലാത്തതുകൊണ്ട് അപകടമാണെന്നാണ് പറഞ്ഞത്. ഇതും കൂടെ കേട്ടത് ത്രിലോകിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ സംയമനം പാലിച്ചുകൊണ്ട് ശിവയോട് പറഞ്ഞു, ഗെറ്റിൻ, നമുക്ക് ബൈ റോഡ് തന്നെ പോകാം. മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശിവ തറവാട്ടിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇരുവരും ട്രിവാൻഡ്രത്തേക്ക് കാറിൽ യാത്രയായി. ശ്രുതി, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കാതെ. നിന്റെ അച്ഛനും ഒന്നും ഉണ്ടാകില്ല. ഒന്നുമില്ലെങ്കിൽ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിന്റെ മുത്തച്ഛനും അച്ഛനും വേണ്ടിയല്ലേ? ദൈവം അത് കാണാതിരിക്കില്ല. രേഷ്മ ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവളോടായി പറഞ്ഞു. എടാ, എനിക്ക് അവറാച്ചൻ മുതലാളിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ പറയുമോ ഞാൻ ഇന്ന് ലീവാണെന്ന്? രേഷ്മയോട് ശ്രുതി സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞോളാം, നീ വേഗം പോവാൻ നോക്ക്. പിന്നെ ഇത് 2000 രൂപയുണ്ട്, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അയ്യോ വേണ്ട രേഷ്മ, എന്റെ കയ്യിൽ പൈസയുണ്ട്. അതൊന്നും സാരമില്ലടി, നീ ഇത് കൈ വെക്ക്. ഹോസ്പിറ്റലിൽ എത്തിയ ആവശ്യങ്ങൾ ഏറെ ആയിരിക്കും. രേഷ്മ അങ്ങനെ പറഞ്ഞത് പിന്നീട് ശ്രുതിക്ക് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. രേഷ്മ നൽകിയ പണവും ബാഗിലിട്ട് അവളോട് യാത്ര പറഞ്ഞ് ശ്രുതി ആ മഴയിലേക്ക് നടന്നിറങ്ങി. റോഡ് ക്രോസ് ചെയ്ത് ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തുമ്പോഴേക്കും ശ്രുതി ആകെ നനഞ്ഞിരുന്നു. ചേട്ടാ, ഒന്ന് മഹാദേവപുരം വരെ പോകണം. അത് കൊച്ചേ, ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ. സാരമില്ല ചേട്ടാ, എന്റെ അച്ഛന് സുഖമില്ല, അതുകൊണ്ടാണ്, വേഗം വീട്ടിലെത്തണം. എന്തുകൊണ്ടോ ശ്രുതിയുടെ മുഖത്തെ പരിഭ്രമം കണ്ടതും ഓട്ടോക്കാരനെ എതിർത്ത് പറയാൻ തോന്നിയില്ല. എന്നാ കയറിക്കോ കുട്ടിയെ. ചീറിപ്പായുന്ന മഴയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ ഓട്ടോ ശ്രുതിയുടെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടേയിരുന്നു. ഭയത്താലാണെന്ന് തോന്നുന്നു ആ കൊടും തണുപ്പിലും അവൾ വല്ലാതെ വെട്ടിവിറയ്ക്കുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അവൾക്ക് എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്നായി. ഒരു ഇരമ്പലോടെ അവളുടെ വീടിന് മുന്നിൽ ഓട്ടോ നിന്നതും അവൾ ഓട്ടോയിൽ നിന്ന് കുട നിവർത്തി ഇറങ്ങിക്കൊണ്ട് ഓട്ടോക്കാരനോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യാമോ? അച്ഛന് സുഖമില്ല, അതുകൊണ്ടാ ഞാൻ ഇപ്പോൾ ഇത്രയും ദൂരം വണ്ടി വിളിച്ചു വന്നത്. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലാക്കി തരാമോ? കൊച്ചെ, റോഡ് മുഴുവൻ വെള്ളമാ, എങ്കിലും വയ്യാത്ത ഒരാളല്ലേ, ഞാൻ സഹായിക്കാം. അല്ല, ഒറ്റയ്ക്ക് പറ്റുമോ കൊച്ചിന് അച്ഛനെ ഓട്ടോയിലേക്ക് കൊണ്ടുവരാൻ? അല്ലെങ്കിൽ ഞാൻ കൂടി വരണോ? ഒരു നല്ല മനസ്സിനുടമയായ ഓട്ടോക്കാരന്റെ സഹായം നിരസിക്കാതിരിക്കുവാൻ ശ്രുതിക്ക് കഴിഞ്ഞില്ല. കാരണം വീൽ ചെയറിൽ ഇരിക്കുന്ന ആളെ ഒന്ന് എടുത്ത് ഓട്ടോയിലേക്ക് കയറ്റുവാൻ മറ്റൊരാളുടെ സഹായം തീർച്ചയായും വേണ്ടി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. ശ്രുതിയും ഓട്ടോക്കാരനും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടു ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുന്ന തന്റെ അച്ഛനെ, തൊട്ടടുത്ത് നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്ന മുത്തശ്ശിയെ. എന്റെ കുട്ടിയെ, നീ എവിടെയായിരുന്നു മോളെ? വേഗം അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഇപ്പൊ തന്നെ വൈകി. ആ മുത്തശ്ശി, വാ നമുക്ക് പോകാം. ചേട്ടാ ഒന്ന് സഹായിക്കുമോ? അയാളും ശ്രുതിയും ചേർന്ന് കൃഷ്ണനെ വീൽ ചെയറിലേക്ക് ഇരുത്തി. സമയം കളയാതെ എങ്ങനെയൊക്കെയോ അവർ മഴ കൊണ്ട് തന്നെ ഓട്ടോയിലേക്ക് അയാളെ കയറ്റി. ഓട്ടോയിൽ ഇരിക്കുമ്പോൾ മുത്തശ്ശിയും ശ്രുതിയും പേടികൊണ്ട് കരയുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ശ്രുതി കൃഷ്ണന്റെ നെഞ്ചിൽ തടവി കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല അച്ഛാ, നമ്മൾ ഇപ്പോ ഹോസ്പിറ്റലിൽ എത്തും. ശക്തമായി പെയ്യുന്ന കാറ്റിനെയും മഴയും ഭേദിച്ചുകൊണ്ട് നല്ലവനായ ആ മനുഷ്യൻ ഓട്ടോ അതിവേഗത്തിൽ തന്നെ ഓടിച്ചുപോയി.
ഈ സമയം ശ്രുതി അറിഞ്ഞില്ല ഇനിയുള്ള ജീവിതം അവളുടെ പരീക്ഷണ കാലമാണെന്നുള്ളത്.